നരച്ച മുടി കട്ടക്കറുപ്പാക്കാനും മുടി ആർത്ത് കിളുക്കാനും ഡാൻഡ്രഫ് പോകാനും സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ടും അടിപൊളിയായിട്ട് കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെ നല്ലൊരു സഹായകരമായ അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിലുള്ള ഈ സാധനം വെച്ചോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഓയിൽ ഈ പൊടി മാത്രം മതി മുടി കട്ടക്കറുപ്പാക്കിയിട്ട് ഇടതോർന്ന് വളർന്ന് കാട് പോലെ വളരും. വെട്ടി വെട്ടി മടുക്കും. അത്രയ്ക്ക് രീതിയിൽ മുടി വളരുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതുപോലെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പ്, ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നമ്മുടെ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതേ അളവിൽ നമുക്ക് റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ മുഖത്തിന് അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. മുഖം നല്ലപോലെ ബ്രൈറ്റ്നെസ് ആയിട്ട് നല്ല വെട്ടിത്തിളങ്ങാൻ, നല്ല വെളുവെളുത്ത് കിട്ടാനും, അതുമാത്രമല്ല മുഖത്തുണ്ടാകുന്ന കുരുക്കാര് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പോകാനും, അഴുക്ക് ചെളി എല്ലാം പോകാനും, ഇതെല്ലാം നീക്കി പിന്നെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകാനും നല്ലപോലെ വെളുത്ത് കിട്ടാനായിട്ട് അടിപൊളി ഇതാണ് നമ്മുടെ ഗ്ലിസറിന്. അതുപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടർ. ഇത് രണ്ടും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റോസ് വാട്ടർ നിങ്ങൾ ഏത് റോസ് വാട്ടറാണോ ഉപയോഗിക്കുന്നത് അതെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ റോസപ്പൂ ഉണ്ടെങ്കിൽ അത് ഒന്ന് തിളപ്പിച്ചെടുത്ത് ആ വെള്ളം യൂസ് ചെയ്താൽ നിങ്ങൾ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലാണ്. ഞാനിപ്പോൾ കടയിൽ മേടിച്ച കറ്റാർവാഴ ജെല്ലാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് നൈറ്റ് ക്രീമായിട്ടും അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കും മുഖം കഴിയുന്നതിന് ശേഷം ഇത് നിങ്ങൾക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നൈറ്റ് ക്രീമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ നാടനായിട്ടുള്ള നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന നമുക്ക് പച്ചമഞ്ഞൾ കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചതച്ച് അതിൻ്റെ നീര് 4-5 തുള്ളി ഒഴിച്ച് ഇതിൻ്റെ അത് വെക്കുവാണെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നല്ല ചെറുപ്പമായിട്ടിരിക്കുകയും ചെയ്യും. മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ എല്ലാം മാറാനും, അതുപോലെ തന്നെ സണ്ടാൻ അടിച്ച ആ പാടുകളൊക്കെ മാറാനും, കറുത്ത കണ്ടടമൊക്കെ നല്ല കറുത്തിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം മാറാൻ വളരെ നല്ലതാണ്. മുഖം കൊണ്ട് ആവി പിടിക്കുക. ആവി പിടിച്ചതിന് ശേഷം പതുക്കെ ടവൽ കൊണ്ട് ഒപ്പിക്കളയുക. അല്ലെങ്കിൽ ടവലിട്ട് മുഖം നല്ലപോലെ ഉരയ്ക്കൊന്നും ചെയ്യരുത്. അതിനുശേഷം വേണം ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ. നിങ്ങൾക്ക് 10-15 മിനിറ്റ് മാത്രം വെച്ചിട്ട് കഴുകിക്കളയണമെങ്കിൽ കഴുകിക്കളയാം, അല്ലെങ്കിൽ രാവിലെ കഴുകി കളഞ്ഞാൽ മതി. സോപ്പ് ഉപയോഗിക്കരുത്. ഒരുപാട് സോപ്പൊന്നും നമ്മുടെ മുഖത്തേക്ക് ഉപയോഗിക്കരുത്. അത് ഭയങ്കര ഇതാണ്, നമ്മുടെ മുഖത്തിന് കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബാക്കി വന്ന ഇപ്പം നമ്മുടെ കയ്യിലാണെങ്കിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്കി വന്ന ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഡപ്പയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ഈ വെള്ള വസ്ത്രങ്ങൾ, ഒരുപാട് മുണ്ടുകൾ, അതുപോലെ ഷർട്ടുകൾ, ഇതൊക്കെ ഒരുപാട് അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതുമാത്രമല്ല ഒരു ബാഡ് സ്മെല്ല്, ഇപ്പോഴത്തെ വെയിലും ചൂടൊക്കെ വേർപ്പിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് കൂടുതലായിട്ട് നിൽക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുണ്ടൊക്കെ നല്ല വെട്ടിത്തിളങ്ങി അതുപോലെ ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ല ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ഇരിക്കുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ബക്കറ്റിലേക്ക് മുണ്ടോ തുണി ഏതാണെങ്കിലും എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ സോപ്പ് ഓയിൽ ഏതാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ അലക്കി എടുത്ത് നോക്കൂ. നല്ലപോലെ വെളുത്തും കിട്ടും. ഒരുപാട് ശക്തി കലക്കുക മെഷീനിൽ ഇട്ടാൽ മതി. ആ ഒരു ബാഡ് സ്മെല്ല് ഒന്നും കാണത്തില്ല. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതൊന്ന് മുക്കി വെക്കണം. അതിന് ശേഷം വേണം മെഷീനിൽ ഇട്ട് അലക്കാൻ. കല്ലിൽ അലക്കിയില്ലേലും കുഴപ്പമില്ല. നല്ലപോലെ വെളുത്ത് കിട്ടുകയും ചെയ്യും. ആ ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ഡ്രസ്സുകളെല്ലാം നല്ല ഫ്രഷ്നെസ് ആയിരിക്കും നമ്മുടെ ഡ്രസ്സുകൾക്കെല്ലാം. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സന്ധ്യാസമയം ഈ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഓടി വരും അല്ലേ. എന്താ പല്ലി. ഈ പല്ലിശല്യം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സമയമില്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഈ ഇല പറിക്കുക. പനിക്കൂർക്കലയാണ് ഞവര ഇല എന്ന് പറയും. ഈ ഇല പറിച്ചിട്ട് ഈ പല്ലി വരുന്ന ഏത് വശങ്ങളിലാണ് അവിടെ എല്ലാം ഒന്ന് കൈകൊണ്ട് ഞെവിടുക. ഇതൊന്ന് ഞെവിടിയതിന് ശേഷം വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നമ്മുടെ സിങ്കിൻ്റെ വാഷ് ബേസിൻ്റെ ഭാഗത്താണ് ഇതിരിക്കുക. സിങ്കിൻ്റെ ഭാഗത്തും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജനലിലെ കർട്ടനൊക്കെ ഉള്ള ഭാഗത്ത്, കബോർഡിൽ, അവിടെ എല്ലാം ഈ പല്ലിയുടെ ശല്യം വളരെ കൂടുമ്പോൾ അവിടെ എല്ലാം ഇത് ഇലയൊന്ന് ഞെവിടി വെച്ചാൽ മാത്രമേ പല്ലിയൊക്കെ പറവർഗം വീട്ടിൽ നിന്ന് പരിസരത്തിൽ നിന്ന് ഈ സ്മെല്ലടിക്കുമ്പോഴത്തേക്ക് ഇറങ്ങി പോകുന്നതായിരിക്കും. അങ്ങനെ പല്ലി ശല്യം നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാം. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോഴുണ്ടാകുന്ന അകാല നര, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉണ്ടാകുന്ന നര, നമുക്ക് ഇത് നരയിൽ ഈ കറുക്കാനായിട്ട്, മുടി കറുപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. ഈ ഒരു ഓയിൽ തലയിലേക്ക് യൂസ് ചെയ്ത് കുളിക്കുവാണെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലിന് ഏതാണോ അതിന് പകരം ഈ ഒരു ഓയിൽ ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾ തേച്ച് കുളിക്കുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല കറുപ്പാകാനും നരച്ച മുടി ഡാർക്ക് ഷെയ്ഡിലേക്ക് വരാനും അതുപോലെ മുടി ആർത്ത് കിളുക്കാനും സഹായിക്കുന്നതാണ്. ഇത് ഞാനിപ്പോൾ എടുക്കുന്നത്. നമുക്ക് കടുകെണ്ണ വേണേൽ നിങ്ങൾക്ക് എടുക്കാം.
അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇരുമ്പ് ചട്ടി തന്നെ തയ്യാറാക്കുന്നത് നല്ലത്. ഇത് നല്ലപോലെ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കി വെക്കണമെങ്കിൽ അതിനനുസരിച്ച് എണ്ണ എടുക്കാം. ഇപ്പോൾ 1 കിലോ എണ്ണ എടുക്കുന്നെങ്കിൽ ഈ ചേർക്കുന്ന എല്ലാം ഇച്ചിരി കൂട്ടി ചേർത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഉണ്ടാക്കി നേരത്തെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് ഞാൻ നല്ല ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഈ ഉലുവ നല്ലപോലെ മുരിഞ്ഞ് നല്ല കടുവ് പൊട്ടുന്ന രീതിയിൽ പൊട്ടിയിട്ട് കറുത്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന അതേ അളവിൽ തന്നെ കരിഞ്ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം വറുത്ത് പൊടിച്ച് വെച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് വറുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാസം എത്ര നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് കോഫി പൗഡർ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കോഫി പൗഡർ 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഹെന്ന പൗഡർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അതും ഓപ്ഷനിലാണ്. ഇത് രണ്ടാണെങ്കിൽ മാത്രം മതി. ഇപ്പം ഹെന്ന പൗഡറും കൂടെ ചേർക്കുമ്പോൾ മുടിക്ക് നല്ലൊരു കളർ കിട്ടും. കാര്യം ആ ഹെന്നയും കരിഞ്ജീരകവും അതെല്ലാം കൂടെ നമ്മുടെ മുടിയിൽ പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ നരച്ച മുടി കറുത്ത് കീഴാൻ സഹായിക്കുന്നതാണ്. തലമുടി നല്ല ആർത്ത് കേൾക്കാനും സഹായിക്കുന്നതാണ്. കുട്ടികൾക്കെല്ലാം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. യാതൊരു അലർജി സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഇതേ ഞാൻ 1 ടീസ്പൂണോളം ഹെന്ന പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിമിങ് ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തണുത്തിട്ട് നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇത് അരിച്ചൊന്നും എടുക്കുന്നില്ല, കാര്യം കുപ്പിയുടെ അടിയിലേക്ക് അടിഞ്ഞോളും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ നമ്മൾ വലിയ പിന്നെ ഇതൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് അരിച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ കണ്ടിട്ട് നല്ല ബ്ലാക്ക് കളറല്ലേ. ഇത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിച്ചല്ലേ എല്ലാവരും കുളിക്കാറുള്ളത്, തലയത്ത് എണ്ണ തേക്കുന്നവരിന് പകരം ഈ ഒരു എണ്ണ നിങ്ങൾ ഡെയിലി മുടങ്ങാതെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ മുടിക്ക് കിട്ടുന്നതാണ്. ഞാനങ്ങനെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് കുട്ടികൾക്കെല്ലാം യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ല, ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കളർ കാണുമ്പോൾ എല്ലാവരും പറയും കളർ മാത്രമേ ഉള്ളൂ മുടിയെ പിടിക്കുന്നത്. പക്ഷേ നിങ്ങൾ നാച്ചുറലായിട്ട് ഇതെങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. മുടിക്ക് ഇത്ര നരച്ച മുടിയാണെങ്കിലും ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഉറപ്പാണ്. ഞങ്ങൾ ട്രൈ ചെയ്യാറുള്ളതാണ്. ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതുമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ എൻ്റെ കയ്യിലേക്ക് ഒഴിച്ച് കാണിക്കുക. ഈ ഇതാണ് നമ്മുടെ അടിപൊളി ആ ഓയിൽ. ഈ ഓയിൽ ഇതുപോലെ കുറച്ച് പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണേൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ കരിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല റിസൾട്ട്. കറിവേപ്പിലിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരം കറിവേപ്പില പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണേലും മതി കേട്ടോ. ഇപ്പോൾ കയ്യിൽ ഇത് കണ്ട, കയ്യിലിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കളർ കണ്ടില്ലേ, ഇത് നമ്മൾ ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടണമെന്നില്ല. ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുവാണെങ്കിൽ എണ്ണയ്ക്ക് പകരം നിങ്ങൾ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. അല്ലാതെ പിന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല. ഇത് നമ്മൾ ഡെയിലി തലയിൽ തേച്ച് കുളിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കഴുകുക ഒരു വീര്യം കുറഞ്ഞ ഷാമ്പോ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് തലമുടി കഴുകാവുന്നുള്ളൂ. എണ്ണയാണ് വെച്ച് കഴിയുമ്പോൾ എല്ലാവരും മുടി ഒന്ന് സോപ്പിട്ട് കഴുകുന്നവരുണ്ട്. പക്ഷേ സോപ്പൊന്നും ഉപയോഗിക്കരുത്. പകരം വീര്യം കുറഞ്ഞ ഷാമ്പോ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് താളിപ്പൊടി ആണെങ്കിലും മതി കേട്ടോ. അല്ലെങ്കിൽ ചെമ്പരത്തി താളിയാണെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തല കഴുകാവുന്നുള്ളൂ. പിന്നെ എൻ്റെ കുട്ടിയുടെ തലയിലാണ് അന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ തേക്കുമ്പോൾ മുടിയൊക്കെ നല്ലപോലെ കട്ടിക്ക് തന്നെ മുടി വളരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തേച്ചിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലൊരു മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്, മുടി നല്ലപോലെ കേൾക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.